ഞാൻ 14 സെന്റ് സ്ഥലത്ത് പൂർണ്ണമായും 0% കെമിക്കൽ ഇല്ലാത്ത ഓർഗാനിക് രീതിയിൽ കൃഷി ആരംഭിച്ചു നടത്തി വരികയാണ്. കഴിഞ്ഞ ഒരു വർഷമായി അഭിമാൻ, ഓബക്സ്, FL77 എന്നിവ ഉപയോഗിച്ച് നല്ല ഫലം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കൃഷിയിൽ ഇത് എങ്ങനെ വളരുന്നുവെന്ന് കാണാൻ ഒരു പരീക്ഷണം നടത്തി. അത് വളരെ നന്നായി വളർന്നിട്ടുണ്ട്. ഈ വളർച്ച മുഴുവൻ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിനാലാണ് ലഭിച്ചത്. ഉരുളക്കിഴങ്ങ് ചെടികൾ നോക്കൂ, നല്ല പച്ചനിറത്തിലും ആരോഗ്യത്തോടെയും ഇരിക്കുന്നു. തണ്ടുകളും വളരെ നന്നായി വളർന്നിട്ടുണ്ട്. ഇനി 20 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ഒരു ചെടിക്ക് ഏകദേശം 1 കിലോ വരെ പ്രതീക്ഷിക്കാം. അത്രയും നല്ല വളർച്ചയാണ് ഉള്ളത്. ഒരു ചെടിയിൽ 10 മുതൽ 12 വരെ ഉരുളക്കിഴങ്ങുകൾ ലഭിക്കും. യാതൊരു പ്രശ്നവുമില്ല. നല്ല ആത്മവിശ്വാസമുണ്ട്. ചെടിയിൽ വെള്ളനിറത്തിലുള്ള ഒരു തരത്തിലുള്ള കീടം, മീലിബഗ് പോലെയുള്ളത് സാധാരണയായി വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള മീലിബഗ് ഒന്നുമില്ല. ഇപ്പോൾ നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7 ഉരുളക്കിഴങ്ങുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം, എന്റെ പേര് രാജേന്ദ്രൻ. ഞാൻ നീലഗിരി ജില്ലയിലെ ഹെൽക്കിൽ പ്രദേശത്താണ് താമസിക്കുന്നത്. ഈ 14 സെന്റ് സ്ഥലത്ത് പൂർണ്ണമായും 0% കെമിക്കൽ ഇല്ലാത്ത ഓർഗാനിക് രീതിയിൽ കൃഷി ആരംഭിച്ച് നടത്തി വരികയാണ്. കഴിഞ്ഞ ഒരു വർഷമായി അഭിമാൻ, ഓബക്സ്, FL77 എന്നിവ ഉപയോഗിച്ച് നല്ല ഫലം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നിലത്തിൽ വിവിധ തരത്തിലുള്ള ധാന്യങ്ങൾ വിതച്ച് 50 ദിവസം കഴിഞ്ഞ് അതിൽ കൃഷി ചെയ്തു വരികയാണ്. അതിനുശേഷം ഉരുളക്കിഴങ്ങ് എങ്ങനെ വളരുമെന്ന് കാണാൻ ഒരു പരീക്ഷണം നടത്തി. അത് വളരെ നന്നായി വളർന്നിട്ടുണ്ട്. ഈ വയലിൽ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് നട്ടിട്ട് ഇപ്പോൾ 80 ദിവസം കഴിഞ്ഞു. തുടക്കഘട്ടത്തിൽ 20-ാം ദിവസം അഭിമാൻ നൽകി. അതിനുശേഷം 20 ദിവസം കഴിഞ്ഞ് ഓബക്സ് പ്രയോഗിച്ചു. ഇപ്പോൾ വിളവെടുപ്പിന് ഇനി 15 മുതൽ 20 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ FL77 പ്രയോഗിച്ച് വിളവെടുപ്പ് നടത്താൻ പോകുകയാണ്. നല്ല വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. മുമ്പ് ഞാൻ കാരറ്റ്, ബീറ്റ്റൂട്ട്, കോളിഫ്ലവർ, കാബേജ്, ബ്രോക്കോളി തുടങ്ങിയ വിളകൾ മാത്രമാണ് കൃഷി ചെയ്തിരുന്നത്. അവയ്ക്കും അഭിമാൻ, ഓബക്സ്, FL77 എന്നിവ ഉപയോഗിച്ചിരുന്നു. വേരുകളുടെ വളർച്ച നോക്കിയാൽ വളരെ സമൃദ്ധമാണ്. അതിനുശേഷം ഉരുളക്കിഴങ്ങും കൃഷി ചെയ്യാമെന്ന് കരുതി അതിനും ഇതേ രീതിയാണ് ഉപയോഗിച്ചത്. തുടക്കത്തിൽ 20-ാം ദിവസം അഭിമാൻ നൽകി. തുടർന്ന് 20 ദിവസം കഴിഞ്ഞ് ഓബക്സ് നൽകി. അവസാനം വിളവെടുപ്പിന് 20 ദിവസം മുമ്പ് FL77 പ്രയോഗിക്കാൻ പോകുകയാണ്. വേരുകളുടെ വളർച്ച വളരെ നന്നാണ്. ചെടി നോക്കിയാൽ തണ്ടും നല്ല പച്ചനിറത്തിലും നല്ല വളർച്ചയോടെയും കാണാം. നല്ല വിളവ് ലഭിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. ഇനി മുതൽ എല്ലാ വിളകൾക്കും ഇതുപോലെ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാമെന്ന് ഞാൻ കരുതുന്നു. ആരംഭത്തിൽ 0% കെമിക്കൽ ഇല്ലാത്ത കൃഷി ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയത്. പ്രകൃതി കൃഷിക്കായി വിവിധ ധാന്യങ്ങളും പശുവളവും പോലുള്ള പ്രകൃതിദത്ത വളങ്ങളും ഉപയോഗിച്ചു വരികയാണ്. ഇനി മുതൽ പൂർണ്ണമായും പ്രകൃതി കൃഷിയിലേക്ക് മാറണമെന്നാണ് എന്റെ തീരുമാനം. ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, കാരറ്റ് എന്നിവയോ മറ്റേതെങ്കിലും വിളയോ ആയാലും നട്ടിട്ട് 10 മുതൽ 15 ദിവസം കഴിഞ്ഞ് ആദ്യം അഭിമാൻ ഉപയോഗിക്കുന്നു. തുടർന്ന് 15 മുതൽ 20 ദിവസം കഴിഞ്ഞ് ഓബക്സ് പ്രയോഗിക്കുന്നു. അവസാനം വിളവെടുപ്പിന് മുമ്പ്, ഉദാഹരണത്തിന് ഉരുളക്കിഴങ്ങ് 120 ദിവസത്തെ വിളയായാൽ 100-ാം ദിവസം FL77 നൽകി തണ്ടിന്റെ വളർച്ചയ്ക്കും വേരുകളുടെ വളർച്ചയ്ക്കും കിഴങ്ങ് നന്നായി രൂപപ്പെടുന്നതിനും ഉപയോഗിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം നൽകി നല്ല ഈർപ്പമുണ്ടാക്കണം. തുടർന്ന് 16 ലിറ്റർ ടാങ്കിൽ 300 മില്ലി അഭിമാൻ ചേർത്ത് സ്പ്രേ ചെയ്യുന്നു. അതുപോലെ തന്നെ 16 ലിറ്റർ ടാങ്കിൽ 300 മില്ലി ഓബക്സ് ചേർത്ത് ഉപയോഗിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിനാലാണ് ഈ വളർച്ച ലഭിച്ചിരിക്കുന്നത്. ചെടികൾ നോക്കൂ, നല്ല പച്ചനിറത്തിലാണ്. തണ്ടുകളും വളരെ നന്നായി വളർന്നിട്ടുണ്ട്. യാതൊരു പ്രശ്നവുമില്ലാതെ ഇതുവരെ നന്നായി വളർന്നു വരികയാണ്. ഈ ഉൽപ്പന്നങ്ങൾ പ്രയോഗിച്ച ശേഷം എല്ലാ ചെടികളും തണ്ടുകളും 80 ദിവസം വരെ വളരെ നന്നായി വളർന്നിട്ടുണ്ട്. നല്ല വിളവ് ലഭിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. ഇനി 20 ദിവസം കഴിഞ്ഞാൽ ഒരു ചെടിക്ക് ഏകദേശം 1 കിലോ വരെ പ്രതീക്ഷിക്കാം. ഒരു ചെടിയിൽ 10 മുതൽ 12 വരെ ഉരുളക്കിഴങ്ങുകൾ ലഭിക്കും. യാതൊരു പ്രശ്നവുമില്ല. നല്ല ആത്മവിശ്വാസമുണ്ട്. ചെടിയിൽ മീലിബഗ് പോലെയുള്ള വെള്ളനിറത്തിലുള്ള ഒരു കീടം സാധാരണയായി വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള കീടങ്ങൾ ഒന്നുമില്ല. ഇപ്പോൾ 3 ചെടികൾ എടുത്തു പരിശോധിച്ചപ്പോൾ 1, 2, 3, 4, 5, 6, 7 ഉരുളക്കിഴങ്ങുകൾ രൂപപ്പെട്ടതായി കണ്ടു.